മുനമ്പത്തെ താമസക്കാരിൽ നിന്നും ഭൂനികുതി വാങ്ങാമെന്ന് സർക്കാർ. ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ സത്യവാങ്മൂലം ഫയൽ ചെയ്യും. എന്നാൽ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് മുനമ്പം സമരസമിതി നിലപാടെടുക്കുന്നു. സർക്കാരിൻ്റേത് കാപട്യമെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. വഖഫ് രജിസ്റ്ററിൽ നിന്ന് ഭൂമി തരം മാറ്റാതെ ഭൂനികുതി സ്വീകരിക്കുന്നതിനാണ് നിലവിൽ അനുമതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കരട് അഡ്വക്കേറ്റ് ജനറൽ റവന്യൂ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. സർക്കാർ പരിശോധനകൾ കഴിഞ്ഞ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ സർക്കാർ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. 610 കുടുംബങ്ങളുടെയും നികുതി സ്വീകരിക്കാമെന്ന നിലപാടിലേക്കാണ് സർക്കാർ എത്തിയത്. നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് വേണ്ടത്. എന്നാൽ ശാശ്വതമായ പരിഹാരമാണ് മുനമ്പത്ത് ആവശ്യമെന്ന് സമരസമിതി. ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരം. റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തന്ന് വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും അന്യായമായി എഴുതിയെടുത്തിരിക്കുന്ന ആ വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന സത്യവാങ്മൂലത്തിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. സർക്കാർ നിലപാട് കാപട്യമെന്ന് വിമർശനം. ഇത് കാപട്യമാണ്, സർക്കാരിന്റെ കാപട്യമാണ്. ഇതുവരെ കൊടുത്തില്ല. ഇത്രയും നാളായിട്ട് ഇവരെ സമരം 74ാമത്തെ ദിവസം. ഇതുവരെ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. 1. 2, അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ 2 ഉത്തരവിലെയും ചില തെറ്റുകളുണ്ട്. ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് ഹിയറിംഗ് ആരംഭിക്കും. റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. ക്രിസ്മസ് ദിനമായ ഇന്ന് 200-ലധികം ആളുകൾ സമരപ്പന്തലിൽ നിരാഹാരമനുഷ്ഠിച്ചു. നാളെ മുതൽ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളിലെ ഒരാൾ വീതം നിരാഹാരമിരിക്കും. 24 കൊച്ചി.